Dear students, ഈ വീഡിയോയിൽ കമ്മ്യൂട്ടേറ്റീവ് റിങ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ദി ഡെഫിനിഷൻ ഓഫ് എ റിങ്. ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു റിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ പോലെ കുറച്ച് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൾജിബ്രായിക് സ്ട്രക്ചറാണ്. That is, we consider a non-empty set R, capital R, and here we have two binary operations, usually addition and multiplication. And this structure is said to be a ring if it satisfies the axioms. First one, R under addition or R with the binary operation addition is an abelian group. R under addition ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, ആർ വിത്ത് അഡീഷൻ. രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ബൈനറി ഓപ്പറേഷൻ, അത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ബൈനറി ഓപ്പറേഷനാണ്, അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്യും. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് സാറ്റിസ്ഫൈ ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മീൻസ് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. ദിസ് ഈസ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, and the right distributive law, that is a plus b into c equal to a into c plus b into c. ഈ രണ്ട് ലോസും സാറ്റിസ്ഫൈ ചെയ്യണം. ഇങ്ങനെയുള്ള മൂന്ന് കണ്ടീഷൻ, ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്താൽ ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇസ് എ റിംഗ് എന്ന് പറയാൻ പറ്റും. ഇതിന് എക്സാമ്പിൾസ് ആണ്. വി കൺസിഡർ ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് z അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇസ് എ റിംഗ്. സിമിലർലി റിയൽ നമ്പേഴ്സ് under addition and multiplication, rational numbers q under addition and multiplication, also c under addition and multiplication. All these are examples for rings. നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് റിങ്സ് ആണ്. സോ ദ ഡെഫിനിഷൻ ഓഫ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്, ലെറ്റ് ആർ ബി എ സെറ്റ് ഓൺ വിച്ച് two binary operations are defined called addition and multiplication and denoted by plus and dot respectively. Then R is called a commutative ring with respect to these operations if the following properties hold. First one, R is an abelian group under addition. Second one, multiplication is associative and commutative. R has a third one, R has a multiplicative identity element. Fourth one, the distributive law holds. So ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ ആർ ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, അതുപോലെ ഫോർത്ത് കണ്ടീഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഹോൾഡ്. ഇത് മൂന്നും നമ്മുടെ റിംഗ് ആവാനുള്ള കണ്ടീഷൻ തന്നെയാണ്. സോ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഒരു റിംഗ് ആയിരിക്കും. സോ ഒരു റിങ്ങിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്നും കൂടെ പറയണമെങ്കിൽ അത് രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ എന്താവണം? കമ്മ്യൂട്ടേറ്റീവ് ആവണം. അഡീഷൻ ആൾറെഡി കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും, കാരണം അണ്ടർ അഡീഷൻ അതൊരു അബീലിയൻ ഗ്രൂപ്പാണ്. ദെൻ അനദർ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ നാല് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അങ്ങനെയുള്ള റിങ്ങുകളെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയും. ഇവിടെ നമ്മൾ റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ ആർ അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. സോ ഈ അബീലിയൻ ഗ്രൂപ്പിനെ നമ്മൾ അണ്ടർലൈങ് അഡിറ്റീവ് ഗ്രൂപ്പ് എന്നാണ് പറയാറ്. അതായത് ആ റിങ്ങിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അഡിറ്റീവ് ഗ്രൂപ്പ്, അണ്ടർലൈങ് അഡിറ്റീവ് ഗ്രൂപ്പ്. സോ ഇവിടെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ഓഫ് ഡെഫിനിഷൻ ഉണ്ട്. അതായത് കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിനെ അതിൻ്റെ പ്രോപ്പർട്ടി 5 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ. That is, let R be a set on which two binary operations are defined denoted by plus and dot respectively. That is, the following conditions must be satisfied. അതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആവണമെങ്കിൽ, that is R
under addition and multiplication. അതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആവണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ക്ലോഷർ പ്രോപ്പർട്ടി. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അണ്ടർ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണ്. അതായത് എയും ബിയും എലമെൻറ്റ്സ് ഓഫ് ആർ ആണെങ്കിൽ എ പ്ലസ് ബി എലമെൻറ്റ്സ് ഓഫ് ആർ ആയിരിക്കണം, എ ഇൻറ്റു ബിയും എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. ഫോർ എവരി എ ആൻഡ് ബി ബിലോങ്സ് ടു ആർ. Then R is called a commutative ring with respect to these operations if the following condition. അതിലെ ബാക്കി കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു. സെക്കൻഡ് വൺ അസോസിയേറ്റീവ് ലോ. അതായത് രണ്ടിലും അസോസിയേറ്റീവ് ലോ വേണം, അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും. അഡീഷനിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആൻഡ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ദെൻ കമ്മ്യൂട്ടേറ്റീവ് ലോസ്, ഇതും രണ്ട് ഓപ്പറേഷനിലും വേണം. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, അതുപോലെ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും. എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ആൻഡ് എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു സി. ദെൻ ഫിഫ്ത്ത് വൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് അതും രണ്ടിലും വേണം. അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റ് ചെയ്യണം. ദ സെറ്റ് ആർ കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് സീറോ, അതിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് എ പ്ലസ് സീറോ ഈക്വൽ ടു എ ആയിരിക്കണം, സീറോ പ്ലസ് എയും എ ആയിരിക്കണം. ദെൻ ദ സെറ്റ് കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് വൺ, ദറ്റ് ഈസ് കാൾഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. സോ സീറോ എന്ന് പറയുന്നത് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും വൺ എന്ന് പറയുന്ന എലമെൻറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും ആയിരിക്കും. സച്ച് ദാറ്റ് എ ഇൻറ്റു വൺ ഈക്വൽ ടു എ, also 1 into a equal to a. The next additive inverse. Additive inverse ഉണ്ടായാൽ മതി, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വേണമെന്നില്ല കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആവാൻ. സോ ഇൻവേഴ്സ് അഡീഷണൽ മാത്രം ഉണ്ടായാൽ മതി. ഫോർ ഈച്ച് എ ബിലോങ്സ് ടു ആർ ദ ഇക്വേഷൻസ് എ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് പ്ലസ് എ ഈക്വൽ ടു സീറോ ഹാവ് എ സൊല്യൂഷൻ. ദാറ്റ് ഈസ് എ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ മീൻസ് എക്സ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. അതായത് എയുടെ ഇൻവേഴ്സ് ആണ് മൈനസ് എ, അഡിറ്റീവ് ഇൻവേഴ്സ്. അതേപോലെ തിരിച്ച് മൈനസ് എ പ്ലസ് എയും സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മൈനസ് ഓഫ് എ. ദെൻ നെക്സ്റ്റ് വൺ. സോ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ പറഞ്ഞു. സോ ക്ലോഷർ പ്രോപ്പർട്ടി, അതുപോലെ അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി രണ്ട് ഓപ്പറേഷനും കൂടെ വരുന്നതാണ്, പ്ലസും ഡോട്ടും. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ്, ഇതെല്ലാം പ്ലസ്സിനും അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും രണ്ട് ഓപ്പറേഷൻസിനും ഉണ്ടായിരിക്കണം. അഡിറ്റീവ് ഇൻവേഴ്സ് അത് അഡീഷന് മാത്രമേ ഉണ്ടാവൂ. ഇൻവേഴ്സ് എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് അഡീഷനിൽ മാത്രമാണ്. സോ ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ ഓഫ് ഡെഫിനിഷൻ. സോ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിംഗ് and in addition with the properties of a ring, it satisfies the axioms, that is the existence of identity element under multiplication and commutative law under multiplication. അത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ അങ്ങനെയുള്ള റിങ്സിനെ നമ്മൾ പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്നാണ്. Now we consider certain examples. First we have a problem. Prove that the following sets of numbers are rings with respect to ordinary addition and ordinary multiplication. That is a ring ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് റിങ്ങിൻ്റെ എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഗ്രൂപ്പാണോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ റിങ്ങിൻ്റെ ആക്സിയംസ് തന്നിട്ടിരിക്കുന്ന സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. So first we consider the set of all integers z. So we already proved that z under addition എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. z under addition അബീലിയൻ ഗ്രൂപ്പാണ്, അത് നമുക്കറിയാം. സോ ബാക്കിയുള്ള കണ്ടീഷൻസ് പ്രൂവ് ചെയ്താൽ മതി. നമുക്കറിയാം if we take any two integers a and b belongs to z, then രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് it is always an integer. So closure property of multiplication satisfied. Then
the associative property, it is trivial. A into B into C equal to A into B into C. For every A, B, C belongs to Z. Integers under multiplication associative law satisfy. So that's okay. Then next, multiplicative identity exist ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. Multiplicative identity, we have 1 belongs to Z. ഏതൊരു ഇൻറ്റിജറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ഇൻറ്റിജർ കിട്ടും. അത് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്താലും we get the same element for every A belongs to Z. So 1 is the multiplicative identity. So multiplicative identity exists ചെയ്യും. Then next, commutativity of multiplication. ഏത് രണ്ട് ഇൻറ്റിജർ A into B മൾട്ടിപ്ലൈ ചെയ്യുന്നതും തിരിച്ച് B into A മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. സോ the multiplication is also commutative. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൂടിയാണ്. We have A into B plus C equal to A into B plus A into C. ഇൻറ്റിജേഴ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ A plus B into C equal to AC plus BC. For every A, B, C belongs to Z. So Z under addition multiplication എന്ന സ്ട്രക്ചർ ഒരു റിങ്ങിൻ്റെ എല്ലാ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യും. ആൾസോ നമുക്ക് റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മളിവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് Z under addition multiplication is a ring. Also it is a commutative ring എന്ന് പറയാം. Similarly, we can prove the result, the same result, that is Q under addition multiplication. It is also a commutative ring. അതുപോലെ set of all real numbers are under addition and multiplication. It is also a commutative ring. Also the complex numbers, it is also a commutative ring. Same method തന്നെയാണ് പ്രൂവ് ചെയ്യുന്നതിന്. സെയിം ആക്സിയംസ് ഇതേപോലെ തന്നെ 0 ആയിരിക്കും അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതേപോലെ 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ബാക്കി എല്ലാ ലോസും ഇൻവേഴ്സ് ഉണ്ടാവും. അണ്ടർ അഡീഷൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് മൈനസ് എ ആയിരിക്കും. എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്ക് ഈ സെറ്റുകൾക്കെല്ലാം QRC ഈ സെറ്റുകൾക്കെല്ലാം ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നതാണ്. ദേ ആർ ആൾസോ commutative ring. Now we have another example. Prove that the set Z5 equal to 0, 1, 2, 3, 4 equivalence classes ആണ്. is a ring with respect to addition and multiplication of congruence classes. Congruence classesൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് we have A plus B and congruence class മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get class A plus B എന്ന് കിട്ടും. അതുപോലെ A into C മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇക്വലൻസ് ക്ലാസ് AC എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അണ്ടർ ദിസ് ഓപ്പറേഷൻ ഇതൊരു റിംഗ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം Z5. സോ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അത് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും. അതായത് Z5 എല്ലാ എലമെൻസും നമ്മൾ എഴുതിയിട്ടുണ്ട്. അഡീഷൻ്റെ ടേബിളാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഈ Z5 എല്ലാ എലമെൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ടേബിൾ വാല്യൂസിൽ നമുക്ക് കിട്ടുന്ന ഓരോ വാല്യൂസും ചെക്ക് ചെയ്താൽ അത് അഗെയിൻ Z5 തന്നെ ഉള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിലും. ഏത് രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും അത് Z5 എലമെൻറ്റ്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. സോ ആൾ ദി എൻട്രീസ് ഓഫ് ദീസ് ടു ടേബിൾസ് ആർ എലമെൻറ്റ്സ് ഓഫ് Z5. So Z5 is closed with respect to both addition and multiplication of congruence classes. So closure property നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് Z5 അണ്ടർ അഡീഷനിൽ
ഒരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ 3 എലമെൻറ്റ്സ് എടുത്തു. എ ബി സി ഈക്വലൻസ് ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഇൻ Z5 ഏതെങ്കിലും 3 ആർബിട്രറി എലമെൻറ്റ്സ്. ദെൻ കോൺഗ്രുവൻസ് ക്ലാസ് എ, ദെൻ പ്ലസ് ബി പ്ലസ് സി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഈക്വൽ ടു വി ഹാവ് എ പ്ലസ് ഈ ബ്രാക്കറ്റിലുള്ളതിനെ നമുക്ക് ബി പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ബൈ പ്രോപ്പർട്ടി ബൈ ദ ഡെഫിനിഷൻ ഓഫ് addition of congruence classes. So we can write it as a plus b plus c. So ഇത് എയും ബിയും സിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്, സെഡിലുള്ള എലമെൻറ്റ്സ് ആണ്. സെഡ് നമുക്കറിയാം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇവിടെ നമുക്ക് ഈ എ പ്ലസ് ബി പ്ലസ് സിനെ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്നെഴുതാം. ഇതിനെ വീണ്ടും ക്ലാസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ബൈ ദി പ്രോപ്പർട്ടി ബൈ ദ ഡെഫിനിഷൻ ഓഫ് addition of congruence classes. So we get the associative law. So associativity holds. Then next one, second one, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. വി ഹാവ് 0 is the ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇത് ടേബിൾ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് അതേ എലമെൻ്റ് തന്നെ കിട്ടുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്താലും റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താലും നമുക്ക് 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ അതേ എലമെൻറ്റിനെ കിട്ടുന്നുണ്ട്. സോ ഈ ടേബിളിൽ നിന്ന് ദാറ്റ് ഈസ് ക്ലിയർ, 0 ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് അണ്ടർ അഡീഷനിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ദെൻ തേർഡ് വൺ, ഇൻവേഴ്സ് ഉണ്ടാകാൻ നമുക്ക് ഓരോ എലമെൻറ്റിന് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അണ്ടർ അഡീഷനിൽ. സോ അതും ടേബിളിൽ നോക്കിയാൽ മതി. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. തിരിച്ച് ബി പ്ലസ് എ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്താൽ 0 കിട്ടണം. സോ ഓരോ എലമെൻ്റായിട്ട് ടേബിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണ്, അത് ട്രിവിയലാണ്. ഇനി 1ൻ്റെ കൂടെ 0 കിട്ടുന്നത് 4 ആഡ് ചെയ്യുമ്പോഴാണ്. സോ 1ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. തിരിച്ച് 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 0 കിട്ടുന്നുണ്ട്. സോ ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു 4, അതേപോലെ ഇൻവേഴ്സ് ഓഫ് 4 ഈക്വൽ ടു 1 എന്ന് പറയാം. അതുപോലെ 2ൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം 3 ആണ് കിട്ടുന്നത്. അതേപോലെ 3യുടെ ഇൻവേഴ്സ് ദാറ്റ് ഈസ് 2. സോ എല്ലാ എലമെൻസിനും നമുക്ക് ഇൻവേഴ്സ് കിട്ടും. 0 ഇൻവേഴ്സ് 0 ആണ്, 1 ഇൻവേഴ്സ് ഈക്വൽ ടു 4 ആണ്, 2 ഇൻവേഴ്സ് ഈക്വൽ ടു 3 ആണ്. ദെൻ അതുപോലെ 3 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും, 4 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ എല്ലാ എലമെൻസിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. സോ ഇൻവേഴ്സ് എക്സിസ്റ്റ്. നൗ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റിവിറ്റി അണ്ടർ അഡീഷൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഒരൊറ്റ ക്ലാസ്സായിട്ട്. ദെൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് തിരിച്ച് ബി പ്ലസ് എന്ന് എഴുതാം, കാരണം എയും ബിയും ഒക്കെ ഇൻറ്റിജേഴ്സാണ്. സോ തിരിച്ച് ബി പ്ലസ് എ എന്നെഴുതാം. സോ ദ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ആൾസോ സാറ്റിസ്ഫൈഡ് അണ്ടർ അഡീഷൻ. ദാറ്റ് മീൻസ് Z5 അണ്ടർ അഡീഷൻ മോഡൽ ഓഫ് 5 ആണ് വരിക. ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പാണ്. ഇനി അഡീഷൻ ഓപ്പറേഷനിലെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ, അത് ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യണം മൾട്ടിപ്ലിക്കേഷനിൽ. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അസോസിയേറ്റിവിറ്റി നമുക്കറിയാം, എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു, ഇതിനെ നമുക്ക് എ ഇൻറ്റു ഇതിനെ ഒന്നിച്ച് ബി സി എന്ന് എഴുതും ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്സസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി എന്ന് എഴുതും ഒരൊറ്റ ക്ലാസ്സായിട്ട്.
സോ ഇവിടെ നമ്മുടെ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യാം. സെഡിലുള്ള എലമെൻറ്റ്സ് ആണ് എയും ബിയും സിയും ഒക്കെ. ഈ സെറ്റ് ഓഫ് ആൾ ഇൻറ്റീജേഴ്സ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എ ഇൻറ്റു ബി ഇൻറ്റു സി. വീണ്ടും ക്ലാസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് എ ബി ഇൻറ്റു സി എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നെഴുതാം. So associative law under multiplication also satisfied. Then multiplicative identity. Multiplicative identity, it is 1 എന്നെടുക്കുക. നമുക്ക് 1 belongs to Z5 ആണ്. such that 1 into A equal to A into 1 equal to A എന്ന് കിട്ടും. For every A belongs to Z5. So 1 is the multiplicative identity. Then commutativity. അഡീഷൻ പ്രൂവ് ചെയ്ത പോലെ തന്നെ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ ബി എന്നെഴുതാം. ക്ലാസ് എ ബി ക്ലാസ് ബി എ എന്നെഴുതാം. ദാറ്റ് ഈസ് ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് എ എന്നെഴുതാം. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൾസോ സാറ്റിസ്ഫൈഡ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ 3 എലമെൻറ്റ്സ് എടുത്തു. എ ബി ആൻഡ് സി ബിലോങ്സ് ടു Z5. 3 arbitrary elements. Then A into B plus C, we get A into B plus C equal to, ഇതിനെ നമുക്ക് A into ഒരൊറ്റ ക്ലാസ് ആയിട്ട് B plus C, ക്ലാസ് B plus ക്ലാസ് C നമുക്ക് B plus C എന്ന് പറയുന്ന ഒരു ക്ലാസ് ആക്കി എഴുതാം. ദിസ് ഈസ് ബൈ ഡെഫിനിഷൻ A into B plus C എന്ന് പറയുന്ന ഒറ്റ ക്ലാസ് ആക്കി എഴുതാം. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോർ ഇൻറ്റീജേഴ്സ് അപ്ലൈ ചെയ്യാം. എ ബി പ്ലസ് എ സി. ദെൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. എ ബി ക്ലാസ് എ ബി പ്ലസ് ക്ലാസ് എ സി. ദെൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി പ്ലസ് ക്ലാസ് എ ഇൻറ്റു ക്ലാസ് സി. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ലെഫ്റ്റിൽ സാറ്റിസ്ഫൈ ചെയ്യും. സിമിലർലി വി ക്യാൻ പ്രൂവ്, ഇതേ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് വി ക്യാൻ പ്രൂവ് ക്ലാസ് എ പ്ലസ് ക്ലാസ് ബി into C equal to class A into class C plus class B into class C എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ Z5 എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്സസ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിൻ്റെ എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് നമുക്ക് പറയാം. Now we have another example, that is polynomial rings. We consider a commutative ring R, capital R, and T എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മളെടുത്തു. സെറ്റ് ഓഫ് ഇൻഫൈനൈറ്റ് ടപ്പിൾസ് ആണ്. അതായത് എ നോട്ട് എ വൺ രണ്ടെണ്ണം വരുമ്പോൾ നമ്മളതിന് ഓർഡേർഡ് പെയർ എന്ന് പറയും. ട്രിപ്ലറ്റ്, ക്വാഡ്രപ്പിൾ എന്നൊക്കെ പറയാണ്ട്. സോ ഇൻഫൈനൈറ്റ് ടപ്പിൾ, ഇൻഫൈനൈറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ടപ്പിളാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള ആ ടപ്പിൾസിൻ്റെ കളക്ഷനാണ് ടി. എ നോട്ട് എ വൺ എ ടു എക്സെട്ര. സച്ച് ദാറ്റ് ഈച്ച് എ ഐ ബിലോങ്സ് ടു ആർ. ഓരോ എ ഐസും ഈ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിലെ എലമെൻറ്റ്സ് ആണ്. ഫോർ ആൾ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഐ ആൻഡ് എ ഐ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൺലി ഫൈനൈറ്റ്ലി മെനി എ ഐ. ഓക്കെ, നൗ we say that two infinite tuples are equal if and only if the corresponding entries are equal. അതായത് രണ്ട് ടപ്പിൾസ് ഈക്വൽ ആണെങ്കിൽ ഓരോ എൻട്രി ഫസ്റ്റ് ടപ്പിളിലെ ആദ്യത്തെ എലമെൻറ്റും സെക്കൻഡ് ടപ്പിളിലെ ആദ്യത്തെ എലമെൻറ്റ് ഈക്വൽ ആവണം. അങ്ങനെ എല്ലാ എൻട്രീസ് ഈക്വൽ ആയാലേ അവ ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയും. വി ഇൻട്രൊഡ്യൂസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടി ആസ് ഫോളോസ്. അപ്പോൾ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ നോട്ട് എ വൺ എ ടു എക്സെട്ര പ്ലസ് അടുത്ത ടപ്പിൾ ബി നോട്ട് ബി വൺ ബി ടു എക്സെട്ര ഈക്വൽ ടു കോമ്പോണൻസ് വൈസ് അഡീഷനാണ്. എ നോട്ട് പ്ലസ് ബി നോട്ട്, അടുത്ത എലമെൻറ്റ് എ വൺ പ്ലസ് ബി വൺ, എ ടു പ്ലസ് ബി ടു എക്സെട്ര അങ്ങനെ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ നോട്ട് ഇൻറ്റു എ വൺ ഇൻറ്റു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ബി നോട്ട് ബി വൺ ബി ടു എക്സെട്ര ഈക്വൽ ടു സം സി നോട്ട് സി വൺ സി ടു എക്സെട്ര വേർ സി കെ ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് ജെ ഈക്വൽ ടു കെ എ ഐ ബി ജെ. അതായത് സി നോട്ട് എന്ന് പറയുന്നത് എ നോട്ട് ബി നോട്ട് ആയിരിക്കും. അതായത് ഈ രണ്ട്
ഇൻഡെക്സുകൾ ആഡ് ചെയ്താൽ ഈ C0 CKയുടെ കൂടെയുള്ള K കിട്ടണം. അപ്പോൾ C1 എന്ന് പറയുന്നത് A0 B1 പ്ലസ് A1 B0 ആയിരിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടണം. അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും കളക്ഷൻ. C2 എന്ന് പറയുന്നത് A0 B2 പ്ലസ് A1 B1 പ്ലസ് A2 B0 പ്ലസ് ഈ 3 ടേമുകളും ഉണ്ടാകും. A0 B2 പ്ലസ് A1 B1 പ്ലസ് A2 B0. So we consider another element, that is the identity of T. We consider 1, 0, 0, etc. is the identity of T. That is first element 1 ആയിരിക്കും. ഫസ്റ്റ് പൊസിഷനിൽ 1, ദെൻ ബാക്കിയൊക്കെ 0. അതിനെ നമ്മൾ Tയുടെ ഐഡൻറ്റിറ്റി, അതായത് ഐഡൻറ്റിറ്റി മീൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഓഫ് T, വേർ 1 ഈസ് ദി ഐഡൻറ്റിറ്റി ഓഫ് R. 1 എന്ന് പറയുന്നത് ആറിലെ R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. അതിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് T ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് അണ്ടർ ദി എബോവ് ഓപ്പറേഷൻ. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഡിഫൈൻ ചെയ്തു. അണ്ടർ ദീസ് ഓപ്പറേഷൻസ് T എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, വി കൺസിഡർ എൻ എലമെൻറ്റ് എക്സ് ഈസ് ഓഫ് ദ ഫോം 0, 1, 0, etc. അതായത് ഫസ്റ്റ് പൊസിഷൻ 0th പൊസിഷൻ, അതിൽ 0 തന്നെ ഫസ്റ്റ് പൊസിഷൻ, 0th പൊസിഷൻ ഫസ്റ്റ് സെക്കൻഡ്, അങ്ങനെയാണ് നമ്മളിവിടെ പൊസിഷൻസ് എടുക്കുന്നത്. 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0th പൊസിഷനിൽ 0, ഫസ്റ്റ് പൊസിഷനിൽ 1, അങ്ങനെയുള്ള നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. സോ x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ് ആണ്. ദാറ്റ് ഈസ് ആ രണ്ട് എലമെൻറ്റ്സ്, സെയിം എലമെൻറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് എലമെൻറ്റ് വരിക C0 ആണ്. C0 എന്ന് പറഞ്ഞാൽ A0 ഇൻറ്റു B0, ദാറ്റ് ഈസ് 0 ഇൻറ്റു 0 വരും, അത് 0 തന്നെ ആവും. ദെൻ സെക്കൻഡ് വൺ C1 ആണ്. C1 എന്ന് പറഞ്ഞാൽ A0 B1 പ്ലസ് B0 A1 ആണ്. സോ A0 ദാറ്റ് ഈസ് 0 ഇൻറ്റു B1 ദാറ്റ് ഈസ് 1, 0 ഇൻറ്റു 1 പ്ലസ് B0 എന്ന് പറഞ്ഞാൽ 0, A1 എന്ന് പറയുന്നത് 1, ദാറ്റ് ഈസ് 1 ഇൻറ്റു 0, ദാറ്റ് ഈസ് അഗെയിൻ 0. ദെൻ C2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത്രയും, ഈ 3 ടേമുകളുടെ സമ്മാണ്. ആ 3 ടേമുകളുടെ സമ്മ് വരുമ്പോൾ A1 B1 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ A1ഉം 1 ആണ്, B1ഉം 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. സോ ആ ടേമിൽ മാത്രം ഒരു 1 വരും, ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. സോ എക്സ് എന്ന് പറയുന്നത് 0, 1, 0, 0, etc. x² എന്ന് പറയുന്നത് 0, 0, 1, അതായത് സെക്കൻഡ് പൊസിഷനിൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ 1 വരും. സോ x³ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? 0 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ 0, 1, 2, 3, തേർഡ് പൊസിഷനിൽ 1 വരുന്ന എലമെൻറ്റ്, ബാക്കിയെല്ലാം 0. സോ അങ്ങനെ നമ്മൾ എഴുതിയാൽ വി കൺസിഡർ ദ എലമെൻറ്റ് A0, A1, A2, etc. AM, അതായത് A0, A1, A2, etc. mth പൊസിഷൻ വരെ ഒരു നമ്പേഴ്സ് ഉണ്ട്, നോൺ സീറോ നമ്പേഴ്സ് ഉണ്ട്, ബാക്കിയെല്ലാം സീറോസാണ്. സോ ഇത് വേണമെങ്കിൽ 0 ആവാം, പക്ഷേ mth പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആവും. ഓക്കെ, ദാറ്റ് ഈസ് കമ്പൽസറി. mth പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. ദെൻ ഇതിനെ നമുക്ക് അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് എഴുതുന്നതാണ്. A0 ഇൻറ്റു 1, 0, 0, etc. പ്ലസ് A1 ഇൻറ്റു 0, 1, 0, etc. A2 ഇൻറ്റു 0, 0, 1, etc. പ്ലസ് AMൻ്റെ ടേമിൽ AM ഇൻറ്റു 0, 0, 0, etc. നമ്മുടെ mth പൊസിഷനിൽ, അതായത് 0 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. A0 എടുത്തപ്പോൾ 0th പൊസിഷനിൽ 1 വന്നു, A1 എടുത്തപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വന്നു, A2 എടുത്തപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ. സോ AM എടുക്കുമ്പോൾ mth പൊസിഷനിൽ 1 വരുന്ന എലമെൻറ്റ്,
ബാക്കിയെല്ലാം 0. അങ്ങനെ എഴുതാൻ പറ്റും. പിന്നെയുള്ള ബാക്കി എം കഴിഞ്ഞാൽ അടുത്തത് 0 ഇൻറ്റു ഒരു എലമെൻ്റ് വരിക, പ്ലസ് അടുത്തതും വീണ്ടും 0 ഇൻറ്റു വരും. സോ ഈ എം വരെയുള്ള ടേംസ് മാത്രമേ നമുക്ക് കിട്ടൂ, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് എ നോട്ടിനെ ഈ പെയർ കൊണ്ട് ടെപ്പിൾ കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ നമുക്ക് അഡീഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ അഡീഷൻ ഡിഫൈൻ കോമ്പോണൻസ് വൈസ് അഡീഷനാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ കിട്ടും. എ നോട്ട് പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് am-1 x റൈസ് ടു m-1 പ്ലസ് am x റൈസ് ടു m. അതൊരു പോളിനോമിയലാണ്. സോ ഈ പോളിനോമിയൽസിൻ്റെ കളക്ഷനെ, പോളിനോമിയൽ ഇൻ എക്സ് ആണ്, ഇൻ ദി വേരിയബിൾ എക്സ്, കളക്ഷനെ നമ്മൾ ആർ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ ദിസ് ആർ ഓഫ് എക്സ് ഇസ് എ റിങ്. അതിനെ നമ്മൾ റിങ്സ് ഓഫ് പോളിനോമിയൽ റിങ് അല്ലെങ്കിൽ റിങ്സ് ഓഫ് പോളിനോമിയൽ എന്ന് പറയും. ദ റിങ് ഓഫ് പോളിനോമിയൽസ് ഓവർ ആർ. ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ് ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. R is a commutative ring. R is any commutative ring and x is a variable. Then R of x is the ring of polynomials over R in the variable or in the indeterminate x. X എന്ന വേരിയബിളിലുള്ള പോളിനോമിയൽസിൻ്റെ റിംഗ് ആണ് R of x. ഇതിൽ R എന്ന് പറയുന്നതിന് നമ്മൾ കോഎഫിഷ്യൻ്റ് റിംഗ് എന്ന് പറയും. ഈ R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. ആറിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ആ പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ദി കോഎഫിഷ്യൻ്റ് റിംഗ്. ദാറ്റ് ഈസ് ഇഫ് R of x is the ring of polynomials, then R is called the coefficient ring. ആൻഡ് കോൺസ്റ്റൻറ്റ് പോളിനോമിയലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലിനെ വി ഡിനോട്ട് ഇറ്റ് ആസ് 0th പൊസിഷനിൽ എ വരും, ബാക്കിയെല്ലാം 0. എ 0 0 എക്സെട്ര എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ദി റിംഗ് ഓഫ് പോളിനോമിയൽസ് ഇൻ 2 ഇൻഡിറ്റർമിനേറ്റ്, 2 വേരിയബിൾസിലുള്ള റിംഗ് ഓഫ് പോളിനോമിയൽസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ ഓഫ് എക്സ് കോമ വൈ എന്നാണ്. ഒരൊറ്റ വേരിയബിളല്ലേ ഉള്ളൂ എങ്കിൽ, പോളിനോമിയലിൽ ഒരൊറ്റ വേരിയബിളിലേ ഉള്ളൂ എങ്കിൽ ആർ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ആർ ഓഫ് എക്സ് വൈ, 3 എണ്ണം ആണെങ്കിൽ ആർ ഓഫ് എക്സ് വൈ സെഡ് എക്സെട്ര അങ്ങനെ ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദി പോളിനോമിയൽ റിംഗ്. Now we consider certain elementary properties of a ring. That is, we have, if R is a commutative ring, then A, B, C are elements of R. Then we consider 3 properties. A plus C equal to B plus C implies A equal to B. Then second one, A plus B equal to 0 ആണെങ്കിൽ B equal to minus A. Then third one, A plus B equal to A for some A, then B equal to 0 ആയിരിക്കും. ഈ 3 റിസൾട്ടും വളരെ എലമെൻ്ററി ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്, ട്രിവിയലാണ്. ദാറ്റ് ഈസ് 3ൻ്റെയും പ്രൂഫ് വളരെയധികം ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. റിങ്സിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ക്യാൻസലേഷൻ ലോ ഉപയോഗിച്ച് C ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A ഈക്വൽ ടു B എന്ന് കിട്ടും. ഇവിടെ A പ്ലസ് B ഈക്വൽ ടു 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ B എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. എയുടെ ഇൻവേഴ്സിനെ നമ്മൾ മൈനസ് A എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ A പ്ലസ് B ഈക്വൽ ടു A ആണ്. ദാറ്റ് ഈസ് എയുടെ കൂടെ ഒരു B എന്ന എലമെൻ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് A തന്നെ കിട്ടുന്നു. ദാറ്റ് മീൻസ് B എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് B ഈക്വൽ ടു അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. B ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇത് ഡെഫിനിഷൻസ് നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നതാണ്. Now we consider a proposition. Let R plus dot be a commutative ring with the additive identity 0. Then for any ABC belongs to R, we have 3 results. First one, 0 into A equal to A into 0 equal to 0. That is, ആ റിങ്ങിലെ ഏതൊരു എലമെൻറ്റിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് A ഇൻറ്റു മൈനസ് B ഈക്വൽ ടു
മൈനസ് എ ഇൻറ്റു ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ഇൻറ്റു ബി. അത് മൂന്നും ഈക്വൽ ആയിരിക്കും. തേർഡ് വൺ മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി ആയിരിക്കും. സോ റിസൾട്ടുകളുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ട്രിവിയലാണ്. നമ്മൾ റിങ്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ആക്സിയംസ് എല്ലാം ഉപയോഗിച്ച് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രൂവ് ചെയ്യണം. ദെൻ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാനുള്ളത് 0 ഇൻറ്റു എ ഈക്വൽ ടു എ ഇൻറ്റു 0 ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ എ ഇൻറ്റു 0 പ്ലസ് എ ഇൻറ്റു 0 രണ്ട് തവണ എടുത്തു, ആഡ് ചെയ്തു, ഈക്വൽ ടു നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച് ദിസ് ഈസ് എ ഇൻറ്റു 0 പ്ലസ് 0 എന്നെഴുതാം. 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, എ ഇൻറ്റു 0. ഇതിനെ നമുക്ക് എ ഇൻറ്റു 0നെ 0 പ്ലസ് എ ഇൻറ്റു 0 എന്ന് എഴുതാം. കാരണം 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് എ ഇൻറ്റു 0 പ്ലസ് എ ഇൻറ്റു 0 ഈക്വൽ ടു 0 പ്ലസ് എ ഇൻറ്റു 0. ഇവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് സി ആണെങ്കിൽ എ ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് എ ഇൻറ്റു 0 ആണ്, റൈറ്റ് സൈഡിൽ ഒരേ സൈഡിലായിരിക്കണം. സോ വി ഗെറ്റ് എ ഇൻറ്റു 0 ഈക്വൽ ടു 0. എ ഇൻറ്റു 0 ഈക്വൽ ടു എ ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സിമിലർലി we can prove the other result, that is തിരിച്ചുള്ള റിസൾട്ട് 0 ഇൻറ്റു എ ഈക്വൽ ടു 0. ഇതേപോലെ 0 ഇൻറ്റു എ പ്ലസ് 0 ഇൻറ്റു എ രണ്ട് തവണ എഴുതുന്നു, ആഡ് ചെയ്യുന്നു, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. ദെൻ വി ഗെറ്റ് ഈ റിസൾട്ട്, ഫസ്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്താൽ അത് ക്യാൻസലേഷൻ ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. Now we have the second one, a into minus b equal to minus a into b equal to minus of a into b. So a into minus b equal to ഈ ഫസ്റ്റും ലാസ്റ്റും എടുക്കുന്നു, മൈനസ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് എ ഇൻറ്റു മൈനസ് ബി ഈസ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു ബി. അതായത് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുന്നത്. സോ എ ഇൻറ്റു മൈനസ് ബി അഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ, എയും ബിയും അഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിയാൽ മതി. സോ ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്, പ്ലസ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്താൽ എ ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി എന്ന് കിട്ടും. എ ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, 0. സോ എ ഇൻറ്റു മൈനസ് ബിയും എ ഇൻറ്റു ബിയും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇനി തിരിച്ച് ചെയ്യണം. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു മൈനസ് ബി, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെ അപ്ലൈ ചെയ്യാം. എ ഇൻറ്റു ബി പ്ലസ് മൈനസ് ബി, എ ഇൻറ്റു 0, that is 0. That means we get a into minus b plus a into b equal to 0. തിരിച്ച് a into b plus a into minus b, ഇത് രണ്ടും 0 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് a into minus bയുടെ അഡിറ്റീവ് ഈസ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് a into b ആണ്. എ ഇൻറ്റു ബിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് എ ഇൻറ്റു മൈനസ് ബി എന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു, ഇപ്പോൾ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ബി എന്ന് പറഞ്ഞാൽ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു മൈനസ് എ എന്ന് എഴുതാമല്ലോ. സോ എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു വി ഗെറ്റ് മൈനസ് എ ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റും. സോ സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് അടുത്ത റിസൾട്ട്, അതായത് ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തത്, ഇനി ഇത് രണ്ടും എടുത്തിട്ടും ഇതേപോലെ പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് എ ഇൻറ്റു ബി ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ബി. സോ ദാറ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് ദി സെക്കൻഡ്.
തേർഡ് വൺ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി എന്നാണ്. മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി. So we take any a and b belongs to R. We have a into minus b equal to minus ab ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. That's equal to minus a into b ആണ്. So minus a into minus b നെ നമുക്ക് മൈനസ് ഇവിടെ എയും മൈനസ് ബിയും ഉണ്ട്. ഇതേ റിസൾട്ട്, ദാറ്റ് ഈസ് മൈനസ് എ ഇൻറ്റു ബി. ഇത് രണ്ടും എടുക്കാം. മൈനസ് എ ഇൻറ്റു ബി ആണ്. സോ ഇതിലൂടെ ഒരധികം വരുന്നത് മൈനസ് ആണ്. സോ ഈ മൈനസ് എഴുതി, ദെൻ ബ്രാക്കറ്റിൽ ആ റിസൾട്ട് മൈനസ് എ ഇൻറ്റു ബി. ഇത് രണ്ടും ഈക്വലാണ്. സോ വി ഗെറ്റ് മൈനസ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ ബി എന്ന് എഴുതാം. കഴിഞ്ഞ സെക്കൻഡ് റിസൾട്ട്, തൊട്ട് മുമ്പുള്ള റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത്. സോ മൈനസ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് a into b, a dot b. So we get the third result also. So these are the definitions, examples and properties of a ring and also a commutative ring. Thank you.